ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിൻ രേവതിയും ശ്രീകാന്തും വർഷയും അതുപോലെ ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നല്ലോ. വിന്നിംഗ് പ്രൈസ് ആയിട്ട് 1,00,000 ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പ്രൈസ് ഉറപ്പായിട്ടും ശ്രുതിക്കും കിട്ടുമെന്ന് വിചാരിച്ച് ഭയങ്കര ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ടായിരുന്നല്ലോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. എന്നാൽ കോമ്പറ്റീഷനകത്ത് നമ്മുടെ സച്ചിയും രേവതിയാണ് വിൻ ആവുന്നത്. കോമ്പറ്റീഷൻ്റെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പിങ്ക് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാവേ. അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്തിട്ട് ആദ്യം തിരികെ വീട്ടിലേക്ക് എത്തുന്നത് ശ്രുതിയും അതുപോലെ ശ്രുതിയുമാണേ. കാറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശ്രുതിയുടെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് പറ്റി ശ്രുതി എന്നുള്ള കാര്യം ശ്രുതി അന്വേഷിക്കുന്നുണ്ട്. കോമ്പറ്റീഷനിൽ നമ്മൾ വിൻ ചെയ്യുന്ന വിചാരിച്ചത്, പക്ഷേ ഫെയിലായി പോയില്ലേ? അതെ, ആ കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു. ശ്രുതി, നമ്മൾ കല്യാണത്തിന് മുമ്പ് നിന്റെ ക്ലയന്റ് മാഡം ഒരാൾ വെച്ചിരുന്ന കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ നമ്മളല്ലായിരുന്നു വിൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് വിൻ ചെയ്യുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ബെസ്റ്റ് കപ്പിൾ ആവുമെന്ന് വിചാരിച്ച് ഈ പ്രോഗ്രാമിനകത്ത് വിൻ ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്. എന്തായാലും ശ്രുതി അതൊക്കെ വിട്ടേക്ക്, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, നീ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണേ. ഇവർ വരുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ബെസ്റ്റ് കപ്പിൾ അവാർഡ് മേടിച്ച് വരുന്നതെന്ന് വിചാരിച്ചിട്ട് താലൊക്കെ റെഡി ആയിട്ട് ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രണ്ടുപേരും അങ്ങ് കയറി വരുമ്പോഴേക്കും ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അങ്ങ് വരുവാണേ. അവരെ കണ്ട ഉടനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിയേട്ട ഓടി വാതാ ശ്രുതിയും വന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ താലെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു ആരതി ഒഴിയാൻ വേണ്ടിയിട്ട്. നിങ്ങളായിരിക്കും ജയിച്ചിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് താലം കത്തിക്കാൻ വേണ്ടിയിട്ട് രവിയുടെ അടുത്ത് പറയുമ്പോഴേക്കും ആന്റി, ഞങ്ങളല്ല വിൻ ചെയ്തെന്ന് ശ്രുതി പറയാണേ. എന്താ ശ്രുതി പറയുന്നത്? നിങ്ങളല്ലേ പിന്നെ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോ ശ്രീകാന്തും വർഷയായിരിക്കും വിൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവരുടെ അരികിലേക്ക് പോകാന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ശ്രീകാന്തും വർഷയും ഇറങ്ങിയ ഉടനെ തന്നെ വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ എന്ന്. അതെ, പക്ഷേ വിൻ ചെയ്യാത്തതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം നമ്മൾ നല്ല ലവേഴ്സ് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ദാറ്റ്സ് ഇനഫ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുവാണേ. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ജയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചെറുപ്രായത്തിലും നിങ്ങൾ ബെസ്റ്റ് കപ്പിൾ ആണെന്നുള്ള കാര്യം തെളിയിച്ചല്ലോ, അതും എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അവരെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് തിരി കത്തിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഞങ്ങളല്ല വിൻ ചെയ്തത് എന്ന്. അപ്പൊ നിങ്ങളും അല്ലേ? പിന്നെ ആരാണ് ജയിച്ചത്? നിങ്ങൾ രണ്ടുപേരും എന്താ നല്ല രീതിയിൽ കളിച്ചില്ലേ? അതിനെന്താ ചന്ദ്രേ, മത്സരാവുന്ന സമയത്ത് വിജയം തോൽവി ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ്. ഓ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആരതിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആള് കലിപ്പോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രവേട്ട എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും കൂടി കയറി വരുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? വന്ന ഉടനെ തന്നെ രവിയുടെ സുഖാണോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ദേവ് ചോദിക്കുന്നത് സച്ചേട്ടനും രേവതി ചേച്ചി വന്നില്ലേ എന്നുള്ള കാര്യമാണ്. ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരുതരം പരിഹാസമാണ്. നന്നായിട്ട് പഠിച്ച ഇവർ തന്നെ വിൻ ചെയ്യാതെ പോയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിച്ചിങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അവരാണെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്ന് കൊട്ടും മേളമൊക്കെ കേൾക്കുവാണേ. കല്യാണോ മറ്റോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന സമയത്താണല്ലോ ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാണല്ലോ. അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നോക്കുന്ന സമയത്ത് സച്ചിയെ രണ്ടുപേര് ചേർന്നിട്ട് പൊക്കിയെടുത്ത്, സച്ചിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ആ 1,00,000 വലിയൊരു പേപ്പറും പിടിച്ച് കൊട്ടും കൊരവയും എല്ലാമായിട്ടാണ് കയറി വരുന്നത്. സച്ചി അവരെ എടുത്ത് പൊക്കിയിരിക്കുകയാണല്ലോ. ഇറക്കടാ അച്ഛാ, ഇതാ ജയിച്ചച്ചാ, ഇത് നോക്കച്ചാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. എന്തിനാടാ ഈ കൊട്ടും കൊരവയൊക്കെ എന്നൊക്കെ ആ ശബ്ദം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളത് പോലെ, എന്തിനാണ് ഈ കൊട്ടും കൊരുവയൊക്കെ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയേട്ടനും രേവതി ചേച്ചിയാണ് വിൻ ചെയ്തതെന്ന് പറയുകയാണേ. എന്താന്ന് വലിയ അത്ഭുതത്തോടു കൂടി ചോദിക്കുമ്പോൾ, അതെ, സച്ചിയേട്ടനും രേവതി ചേച്ചിയുമാണ് ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനകത്ത് വിൻ ചെയ്തത്. അത് കേട്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ് ചന്ദ്ര. ഓ, ഇവർ രണ്ടുപേരുമാണോ ഈ കോമ്പറ്റീഷനകത്ത് ജയിച്ചതെന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി രവി ചോദിക്കുമ്പോൾ, അതേ രവിയേട്ടാ, ആ കാര്യം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. അതിനു മുമ്പ് തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറിയില് കറിവേപ്പില എടുത്ത് കളിയല്ലേ ചെയ്യുള്ളൂ, എത്ര ടേസ്റ്റുള്ള കറിയാണെന്നുണ്ടെങ്കിലും അതിന് മറുപടിയായിട്ട് നമ്മുടെ ദേവു പറയുന്നുണ്ട്, കറിവേപ്പില എടുത്ത് കളയെങ്കിലും എല്ലാവരും ആദ്യം ഇടുന്നത് കറിവേപ്പിലയാണ് കറിയിലകത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്താ അങ്ങനെയല്ലേ ആന്റി എന്നുള്ള കാര്യം കളിയാക്കുന്ന രീതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്ത് അങ്ങോട്ട് കവളൊക്കെ ഇങ്ങനെ തൂമെടുത്ത് ആകെ കലിപ്പ് പോലെ ഇങ്ങനെ നിൽക്കുവാണേ.
കൊട്ടും മേളമൊന്നും ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. പുറത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ലക്ഷ്മി അതുപോലെ ദേവും ചെന്നിട്ട് രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ സച്ചി. പക്ഷെ സച്ചിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകുന്നത്? മാല ഇട്ടിട്ട് പോടാ. അതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് സച്ചി ചോദിക്കുമ്പോ, വിജയിച്ച് വന്നിരിക്കല്ലേ, നിങ്ങൾ രണ്ടുപേരും മാല ഇട്ടിട്ട് തന്നെ പോണം. സിസ്റ്ററിന്റെ കഴുത്തിലും മാലയിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിൽ മാലയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും മാലയൊക്കെ ഇട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും അവരാണ് ആന്റി ബെസ്റ്റ് കപ്പിൾ എന്ന് വർഷ പറയണേ. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒന്നെങ്കിൽ നീയും ശ്രുതിയും ജയിക്കണം, അല്ലെങ്കിൽ ശ്രീകാന്തും വർഷയും ജയിക്കണം. ഇത് കേട്ട ഉടനെ രവി പറയുന്നുണ്ട്, അങ്ങനെ ചന്ദ്രയെ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നീ ചെന്നിട്ട് നടുവിലിരിക്കണം. ഇവൻ ജയിച്ചാൽ എന്താ കുഴപ്പം, അവൻ ജയിച്ചാൽ എന്താ കുഴപ്പം? രണ്ടുപേരും നമ്മുടെ മക്കളല്ലേ. അതേസമയം നമ്മുടെ രേവതിയുടെ ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, രേവതി, നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളാണ് ബെസ്റ്റ് കപ്പിൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവനും അറിഞ്ഞു നിങ്ങളാണ് ബെസ്റ്റ് കപ്പിൾ എന്ന്. ടിവിയിലൊക്കെ ഇതിന്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ചേച്ചി, സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കളിക്കുന്ന രീതി കണ്ടിട്ട് ഇതുപോലെ ആയിരിക്കണം കപ്പിൾസ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് കേട്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രവിയും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ഭാര്യ ഭർത്താവ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ടു പഠിക്കണമെന്ന്. ഈ കാര്യം നാട്ടിലുള്ള എല്ലാവരും അറിയണ്ടേന്ന് പറഞ്ഞിട്ട് ചെണ്ടയും ബാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടി കൂട്ടിയിട്ട് അടിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പാട്ടിനനുസരിച്ചിട്ട് ഇവര് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ശബ്ദം എല്ലാം കൂടി കേട്ടിട്ട് ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ പാട്ടിനനുസരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ വർഷയും തുള്ളുന്നൊക്കെ ഉണ്ട്. ശബ്ദം കേട്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവരെന്തൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നതെന്ന്. അവര് സന്തോഷം കൊണ്ടാണ് എൻജോയ് ചെയ്യുന്നത്. നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുണ്ട് ചന്ദ്രയുടെ അടുത്ത് രവി തിരിച്ച്. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കലിപ്പായിട്ട് ചന്ദ്രയ്ക്ക് നാണക്കേടുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവാണേ. അപ്പോഴേക്ക് ദേവു ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. ദേവും കൂടി കളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിപ്പ് കിട്ടുന്നില്ല കേട്ടോ. ശ്രീകാന്തിനെ പിടിച്ചിട്ട് ചന്ദ്രയെ അങ്ങ് തട്ടിയിട്ട് ഒരു ഒറ്റ ഓട്ടം അങ്ങ് ഓടുവാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. വർഷ അവരുടെ അരികിലേക്ക് പോയത് നമ്മുടെ ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് തേച്ചിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല അവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല റൊമാൻറ്റിക് മ്യൂസിക് പോലെയൊക്കെ വായിക്കാനൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് കപ്പിൾ ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ കളിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ചന്ദ്രയ്ക്ക് ഒട്ടും തയ്ക്കുന്നില്ല കേട്ടോ. കുറച്ച് സമയത്തിനകം തന്നെ അവരുടെ ഡാൻസും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെയൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും വാ പോവാ എന്ന് പറഞ്ഞിട്ട് സുധിയും അതുപോലെ ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്ര പോകുമ്പോഴേക്കും, ചന്ദ്ര നീ എങ്ങോട്ടാ പോകുന്നത്, ആരതി എടുക്കണ്ടേ? അത് കേൾക്കുമ്പോൾ ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ടേ. അതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, രേവതി, എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ട് സന്തോഷിച്ചേനെ. അതിനെന്താണ് അമ്മേ, അച്ഛൻ ഇപ്പോഴും എല്ലാം കാണുന്നുണ്ട്. അച്ഛൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അച്ഛൻ്റെ ആശീർവാദം എപ്പോഴും നമുക്കുണ്ടാവും എന്നൊക്കെ സച്ചി തിരികെ പറയുകയാണേ. അവർക്ക് വിൻ ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ 1 ലാഖിൻ്റെ ഇതുണ്ടല്ലോ, അത് അച്ഛനെ കാണിക്കുന്നുണ്ട്. അച്ഛ, ഇതാ കണ്ടില്ലേ, 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വീട്ടിൽ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, 1 ലക്ഷം തന്നെ കിട്ടിയോ എന്ന മട്ടില്. അപ്പോഴും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ആരതി എടുക്കാണെങ്കിൽ നോക്കി നിൽക്കുമല്ലേ. നീ എന്താ ചന്ദ്ര നോക്കി നിൽക്കുന്നത്? പിന്നെ ഞാൻ എന്താ അവരുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് ചന്ദ്ര ചോദിക്കുകയാണേ. നീ ആരതി പിടിച്ചല്ലേ നിൽക്കുന്നത്, ആരതി എടുക്ക്. ചന്ദ്രയ്ക്ക് എന്തായാലും ആരതി എടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വേഗം വർഷയെ വിളിക്കാൻ കേട്ടോ. പക്ഷേ നീ ആരതി എടുക്കുമെന്ന് പറഞ്ഞിട്ട് താലം കൊടുക്കുമ്പോഴേക്കും ആന്റി എടുത്താലേ ശരിയാവുള്ളൂ. അതിന് ഇതവിടെ രേവതി ചേച്ചിയുടെ അമ്മയുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആരതി എടുക്കുമെന്ന് പറയുകയാണേ. ഒന്നാമത് ചന്ദ്രയ്ക്ക് ആരതി എടുക്കാൻ വേണ്ടി താല്പര്യമില്ല. അതിനിടയ്ക്ക് വർഷയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോട് കൂടെ ചേർന്നിട്ടാണല്ലോ ആരതി എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോഴേക്കും മുഖഭാവമൊക്കെ അങ്ങ് മാറിയിട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുവാണേ. ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അയ്യോ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രവി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി വാ നീയും കൂടി ചേർന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കൊണ്ട് ആരതി എടുപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ആരതി തട്ടിനകത്ത് നമ്മുടെ വർഷയുടെ കൈയും പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 പേരും കൂടി ചേർന്നിട്ടാണ് അവർക്ക് ആരതി എടുക്കുന്നത്. ആരതി എടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും നെറ്റിയിൽ കുറിയെല്ലാം തൊട്ട് കൊടുത്തതിന് ശേഷം ദാ കൊണ്ടുപോയിട്ട് പുറത്ത് കള എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കയ്യിലേക്ക് കൊടുക്കുകയും വേഗം തന്നെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി അതുപോലെ തന്നെ ദേവും അപ്പം തന്നെ പോകുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ ഫ്രണ്ട്സും, കാരണം അവർക്കൊക്കെ ജോലിയുണ്ട്, പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോവുകയാണ്. വാ നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി ശ്രീകാന്തും വർഷയും അതുപോലെ രവിയും കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ. അതേസമയം അമ്മയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ,
പിന്നെ അവിടെ കോമ്പറ്റീഷനിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലേ? അമ്മേ, ഞങ്ങളെല്ലാം ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ല എന്നാണ് സുധിയുടെ മറുപടിയെ. സുധിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ചന്ദ്ര സുധി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. എന്താ അമ്മ നോക്കുന്നതെന്ന് സുധി ചോദിക്കുമ്പോൾ, അല്ല, ആടാൻ അറിയാത്തവര് പറയും തെരുവ് ശരിയല്ല എന്നുള്ള കാര്യം. അതുപോലെയാണ് ഇപ്പൊ നിന്റെ കഥ. അല്ല ശ്രുതി, നിനക്കെങ്കിലും കറക്റ്റായിട്ട് മറുപടി പറഞ്ഞുകൂടായിരുന്നോ? ആൻറ്റി, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ അവരെന്താണോ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അമ്മേ, ഞാനും അതുപോലെ തന്നെ ശ്രുതിയും അടിയുണ്ടാക്കാറേ ഇല്ലല്ലോ. എന്നാൽ അവിടെ വന്നിരിക്കുന്ന എല്ലാ കപ്പിൾസും നന്നായിട്ട് അടിയുണ്ടാക്കാറുണ്ട് പോലും. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഞങ്ങൾക്കല്ലേ പ്രൈസ് തരേണ്ടത്? എല്ലാം അമ്മ അവിടെ പോളിറ്റിക്സ് ആണെന്നൊക്കെ പറയുകയാണേ. അതേസമയം സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് ആ 1 ലാഖിന്റെ ആ സ്ലിപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സച്ചേട്ടാ, നമ്മൾ ഈ ബോർഡ് എവിടെ കൊണ്ട് വെക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചാലോ എന്ന് ചോദിക്കുകയാണെ സച്ചി. ഇത്രയും വലിയ ബോർഡോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മുകളിൽ റൂം ഉണ്ടാക്കല്ലോ, അതിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അത് കാണാമല്ലോ. എന്തായാലും സച്ചേട്ടാ, ഈ കട്ടിൽ രാശിയുള്ളതാണ് കേട്ടോ. ഈ കട്ടിൽ വന്നപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ രേവതി? ഇപ്പൊ രേവതി നിനക്ക് മനസ്സിലായില്ലേ? സച്ചി എന്ത് ചെയ്യുമ്പോഴും അതിന് 1000 അർത്ഥം ഉണ്ടാവും. അല്ലല്ലല്ല, 1 ലക്ഷം അർത്ഥം ഉണ്ടാവുമെന്ന് ആ ബോർഡ് നോക്കി പറയുകയാണേ. മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ വെറുതെ വിടുവായത്തരം പറയുന്നവരുടെ വായ നമുക്ക് ഒന്നും വെച്ച് അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഒരു വശത്ത് അവർ പറയട്ടെ, മറ്റൊരു വശത്ത് നമ്മൾ വളർന്നുകൊണ്ടേ പോകും. ഇതെല്ലാം ശ്രുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രയും അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടേ. അവരെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതും. അമ്മേ, നമ്മളെ കുറിച്ചാ പറയുന്നതെന്ന് ശ്രുതി പറയുമ്പോ കേട്ടടാ എന്ന് പറയണേ ചന്ദ്ര. രേവതി, ഈ കട്ടിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അന്ന് വർഷ പറഞ്ഞു. ഇപ്പോ നീയും അതിനെ കുറിച്ച് പറയുന്നു. നീ വേണമെങ്കിൽ നോക്കിക്കോ രേവതി. എന്തായാലും ഈ കട്ടിൽ വന്ന രാശിയിൽ നമ്മൾ ഉടനെ തന്നെ മുകളിൽ റൂം കെട്ടി തീർക്കും. കെട്ടും. ഓലപ്പായ കിടന്നിട്ട് വീട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് മേലെ കിടന്ന പഴം കിട്ടില്ല, എത്താത്ത പഴം കിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സച്ചിന്റെ അടുത്ത് രേവതി പറയുന്നുണ്ട് നമ്മളെ കുറിച്ചാ പറയുന്നതെന്ന്. പിന്നെ അല്ലാതെ വേറെ ആരെ കുറിച്ച് പറയാനാ? എഴുന്നേറ്റും കൊണ്ട്, എടാ ഓടിപ്പോയവനെ, നിന്നെ പോലെ പാർക്കിൽ കിടന്നിട്ട് കോട്ടുവായ ഇടുവല്ല. എത്താത്ത പഴമാണെന്നുണ്ടെങ്കിലും ഞങ്ങള് അത് കയറി പറിക്കും. എടാ, നിനക്ക് 1 ലക്ഷം രൂപയല്ലേ വന്നുള്ളൂ, അതിന് നീ 1 കോടി വന്നതുപോലെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ശ്രുതി ചോദിക്കുകയാണേ. എടാ, 1 ലക്ഷം ആണെന്നുണ്ടെങ്കിലും അത് ചുമ്മാ വന്നതല്ല. ഞങ്ങള് ഇത്രയും നാളെ ജീവിച്ച ജീവിതത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണെടാ. ഒരുപാട് ഡിഗ്രി മേടിച്ചിരിക്കുന്ന നിന്നെ കൊണ്ട് അതിന് പറ്റിയില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ ആരെയും സച്ചിയായിട്ട് നമ്മൾ കുറച്ച് പറയണ്ട, അവര് നന്നായിട്ട് തന്നെയാണ് കളിച്ചതെന്ന്. അത് നീ മാത്രമേ പറയുള്ളൂ എന്ന് രേവതി എടുത്ത് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. അച്ഛ എന്ന് വിളിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താടാന്ന് ചോദിക്കുകയാണ് രവി. അച്ഛ, എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ സമ്പാദിച്ചിരിക്കുകയാണ്. വലിയെന്തോ അധ്വാനിച്ച് മേടിച്ചത് പോലെയാണല്ലോ വർത്താനെന്ന് അവിടുന്ന് കമന്റ് പറയുകയാണ് ചന്ദ്ര. അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടിയിരിക്കുകയാണ്. അത് അധ്വാനിച്ചുണ്ടാക്കിയത് പോലെ തന്നെയാണ് ചന്ദ്രേ. സൂപ്പർ അച്ഛ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അച്ഛ, എത്ര ട്രിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും എന്നെ കൊണ്ട് ഇത്രയും പൈസയൊന്നും ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പൈസ എന്റെ കയ്യിലേക്ക് വന്നു വെച്ചാൽ, അധ്വാനത്തിലാണെങ്കിലും ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും നേർമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുക. നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അധ്വാനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നേർമയോടെ ഒന്നും മനസ്സിൽ വെക്കാതെ ഒരാൾക്ക് വിട്ടുകൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അംഗീകാരമാണ് ഇത്. അപ്പൊ അമ്മേ, ഞങ്ങളൊന്നും നല്ല രീതിയിലല്ല ജീവിക്കുന്നതെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നതെന്ന് ശ്രുതി ഭയങ്കര കുശുമ്പോട് കൂടി ചോദിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും പറയട്ടടാ, ഇവരെന്തോ ഫ്രോഡ് പണി ചെയ്തിട്ടാണ് ജയിച്ചതെന്നുള്ള കാര്യം തോന്നുന്നതൊക്കെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പുറപെറുക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ, ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ ക്രെഡിറ്റും അതിൻ്റെത് രേവതിക്കാണ്. അല്ലല്ല, സച്ചേട്ടനും ഉണ്ട്, എനിക്കുണ്ട് വെറും 20%, ബാക്കി 80% രേവതി ഒറ്റ ഒരാൾ കാരണമാണ്. സച്ചിയേട്ട അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അച്ഛ, ശരിക്കും കോമ്പറ്റീഷന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രേവതിയാണ് എനിക്ക് മുഴുവൻ സപ്പോർട്ടും ചെയ്തിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. രാത്രിയിൽ അച്ഛൻ എന്നെ ഉറങ്ങാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചോദ്യം ചോദിക്കും, എങ്ങനെയൊക്കെയാ ചോദ്യം ചോദിക്കുക എന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതിയാണ് എന്റെ അടുത്ത് പറഞ്ഞു തന്നത്. എന്തിനച്ചാ വർഷയുടെ അടുത്തും അതുപോലെ ശ്രീകാന്തിന്റെ അടുത്തും പോയിട്ട് ഇവൾ സംശയം വരെ ചോദിച്ചു. അതുകൊണ്ട് തന്നെ രേവതി ഒരാൾ കാരണം മാത്രമാണ് ഞങ്ങൾ ജയിച്ചത്. കേട്ടില്ലേ അവൻ പറയുന്നത്? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ നൈറ്റിൽ പ്രിപ്പയർ ചെയ്തില്ലേ എന്നുള്ള കാര്യം ചന്ദ്ര ശ്രുതിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങിയല്ലേ. എന്നാൽ സ്വന്തം ഭാഗത്തെ തെറ്റ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ. ശ്രുതിക്ക് പ്രൈസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ആ കോമ്പറ്റീഷൻ നടത്തിയ കമ്പനീനെയാണ് കുറ്റം പറയുന്നത്. അമ്മ, അതേതോ ലോക്കൽ കമ്പനിയാണ്. മാച്ച് ഇല്ലാത്തതും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് നോക്കി കണ്ടിട്ട് അവരിത് ചെയ്തു കൊടുക്കുന്നത്. എടാ ബുദ്ധിമാനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പഠിപ്പും
വിവരം ഇല്ലാത്തവർക്കാണ് അവർ നോക്കി കൊടുക്കുന്നതെന്നല്ലേ? പഠിപ്പും വിവരമൊന്നും ആവശ്യമില്ലടാ, നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല മനപ്പൊരുത്തം ഉണ്ടായാൽ മതി. സുധിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സുധി അവരെന്തായാലും ജയിച്ചു കോമ്പറ്റീഷനിൽ. അവർക്ക് നീ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവരൊരിക്കലും മട്ടം തട്ടി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടേ. അച്ഛാ, അവരേത് ഫ്രോഡ് കമ്പനിയാണ്. ഇവര് മാസത്തിൽ ഒരു തവണയെങ്കിലും അടി ഉണ്ടാക്കാറുണ്ടല്ലോ, അത് അച്ഛൻ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ? ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ഛാ, ആരുടെ വീട്ടിലാണ് അടിയില്ലാത്തത്? ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുക തന്നെ ചെയ്യില്ലേ? പക്ഷെ രേവതി എതിർക്കുന്ന രീതിയിൽ അച്ഛാ, നല്ല കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടിരിക്കും, ഒരിക്കലും അടി ഉണ്ടാക്കില്ല എന്ന് സുധി. അച്ഛാ, ഞങ്ങൾക്കിടയിൽ ഒരിക്കലും അടി ഉണ്ടാവാറില്ല. ഇത് കേട്ട സച്ചി ചോദിക്കുന്നത്, അല്ലെങ്കിലും നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അടി വരുന്നത്? പൗഡർ എടുത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പമ്മൂലേ? അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും കേടികളാണല്ലോ. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്കിൾ, ഇത് ആവശ്യമില്ലാതെ സച്ചി ഞങ്ങളെ മോശക്കാരാക്കുവാണെന്നുള്ള കാര്യം പറയുമ്പോൾ, അച്ഛാ ഞാനല്ല അങ്ങനെയൊന്നും പറഞ്ഞത്, ആ ജഡ്ജസ് ആണ് അച്ഛാ ഇങ്ങനെ പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന് രവി ചോദിക്കുമ്പോൾ രേവതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് സച്ചി ആവശ്യപ്പെടുവാണ്. രേവതി മോളെ പറ എന്ന് രവി പറയുമ്പോഴേക്കും രേവതി പറയുകയാണേ, അച്ഛാ അവര് ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ വെച്ചിട്ട് കണക്കെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അതിനകത്ത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അടി ഉണ്ടാക്കും. അങ്ങനെ അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ. അതെ അച്ഛാ, അങ്ങനെ രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാവാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഭർത്താവ് ഭാര്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ അടുത്തോ എന്തോ മറയ്ക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ അവർക്കുള്ളിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാകുന്ന സമയത്താണ് അവർ പരസ്പരം അടി ഉണ്ടാക്കാതെ പരസ്പരം ഒന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ നടക്കുക. അതച്ചാ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അവിടെയുള്ള ജഡ്ജി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സച്ചി. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അടി കൊണ്ടപ്പോൾ ഒരു ഫീലിങ്ങിലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. എന്തായാലും അവർ പറഞ്ഞ കാര്യം സത്യമാണല്ലോ, പക്ഷെ അത് അവിടെ ആരുടെ മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടി പറ്റില്ല. കേട്ട ഉടനെ തന്നെ കലിപ്പോട് കൂടിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട രവിയും ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പൊതുവെ അങ്ങനെ പറയാനൊന്നും പറ്റില്ല സച്ചി, കാരണം അടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. അത് ചന്ദ്രക്കിട്ട് കൊടുത്തതാണേ. അച്ഛനെ പോലെ ഒന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴേക്കും രവി മിണ്ടാതെ നൈസായിട്ട് അങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞാണ് ചന്ദ്ര അരികിൽ നിന്ന് ശ്രുതിയെ കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അടുക്കളയിലേക്ക് പോയിരിക്കുന്ന വിചാരിച്ച് അങ്ങ് ചെന്ന് നോക്കുന്ന സമയത്ത് ശ്രുതിക്ക് ദേഷ്യം പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുവാണല്ലോ. ചന്ദ്ര വരുന്നത് കാണുമ്പോഴേക്കും വെള്ളം കുടിക്കാൻ പോയതെന്ന് മട്ടിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അല്ല ശ്രുതി, അവരെന്തൊക്കെയായി പറയുന്നത്? ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കിയില്ലെങ്കിൽ, ഭർത്താവ് ഭാര്യയുടെ അടുത്ത് അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ രഹസ്യമുണ്ട്, അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ആൻറ്റി പറഞ്ഞത്, അവർ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പക്ഷെ സച്ചിക്കും രേവതിക്കും അത് മനസ്സിലായില്ല എന്ന് കാര്യം പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനാണ് ചെയ്യുന്നത്. ചന്ദ്ര അത് അങ്ങനെ തന്നെ വിടുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പേരിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക്